നാടിന്റെ പ്രതീക്ഷ നിങ്ങളെപ്പോലെയുള്ള എഴുത്തുകാരിലാണ്. യുവ എഴുത്തുകാർ, അവരിലാണ് ഇന്ന് നാട് കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് എന്നുള്ളത് കാണും. ഒരു എഴുത്തുകാരനായി ജീവിക്കുക എന്നുള്ളത് അത്രമാത്രം എളുപ്പമല്ലാത്തൊരു കാലത്താണ് നാം കടന്നു പോകുന്നത്. പെരുമാൾ മുരുകനോട് ചോദിച്ചത് എഴുത്തു വേണോ തല വേണോ എന്നുള്ളതാണ്. ആ ചോദ്യം എന്നോടും നിങ്ങളോടും നമ്മളോട് ഓരോരുത്തരോടും നിശബ്ദമായി ഒരു കൊടുവാളിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന മറ്റു പലതിന്റെ രൂപത്തിലോ ആയി നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നുള്ളത് കാണും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ് നമ്മൾ നമ്മുടെ രാഷ്ട്രത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയ സംഭാവനകൾ നൽകിയ ഒന്ന് എന്ന കാര്യത്തിൽ സംശയമില്ല. വ്യത്യസ്തമാർന്ന രൂപത്തിലൂടെ ജീവിച്ച മനുഷ്യർക്കെല്ലാം എന്റെ രാഷ്ട്രം എന്ന കാഴ്ചപ്പാടിലേക്ക് നമ്മളെ ആകമാനം നയിച്ചത് സാമ്രാജ്യ വിരുദ്ധമായ പോരാട്ടമാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളും എന്റെ ജീവിതത്തിന്റെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒത്തുചേർന്നു എന്നുള്ളിടത്താണ് ഇന്ത്യൻ ദേശീയതയുടെ അടിത്തറ സാമ്രാജ്യ വിരുദ്ധതയിലാണ് എന്ന് പറയുന്നു. ആ സാമ്രാജ്യ വിരുദ്ധതയുടെ ബോധം സ്വാതന്ത്ര്യത്തിനു മുമ്പും പിമ്പും പല രൂപങ്ങളിൽ നമ്മുടെ എല്ലാം സാഹിത്യത്തിലും ചരിത്രത്തിലും നമ്മുടെ എല്ലാം ശരീരത്തിലും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് മലയാള നാട്ടിൽ നിന്നും ലോകത്തിന്റെ ഏതു കോണിലും ദുർബലപ്പെട്ടവൻ ആക്രമിക്കപ്പെടുമ്പോൾ അവന്റെ കൈകളിൽ വിലങ്ങുകൾ അണിയുമ്പോൾ വേദനയെടുക്കുന്നത് എന്റെ കൈകൾക്ക് കൂടിയാണെന്നും അവന്റെ ശരീരത്തിൽ പ്രതിക്കുന്ന ഓരോ ചാട്ടവാറിന്റെ അടിയുടെ നൊമ്പരം അവനെ കണ്ടിട്ടില്ലാത്ത എത്രയോ അകലെ നിൽക്കുന്ന എന്റെ ശരീരത്തു കൂടി ആ വേദന അനുഭവിക്കുന്നു എന്ന് പറയുന്ന ദീർഘവീക്ഷണമുള്ള നിലപാടുകൾ ഉണ്ടാകുന്നത് എന്ന് കാണുന്നു. ആ മൂല്യങ്ങൾക്ക് നേരെ ഭീകരമായ കടന്നാക്രമണങ്ങൾ നടക്കുന്ന ഒരു കാലത്താണ് നാം നിൽക്കുന്നത്. ജനാധിപത്യത്തെ, മതനിരപേക്ഷതയെ, ബഹുസ്വരതയെ, ഫെഡറൽ ഘടനയെ, ഇതിനെയെല്ലാം ആക്രമിക്കുകയും ചുറ്റുവട്ടത്താകമാനം ഒരു ഇരുട്ട് പരക്കുകയും ചെയ്യുന്ന അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ നാട് മാറുന്നു എന്നുള്ളതാണ് നമ്മളെല്ലാവരെയും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒന്ന് എന്നുള്ളത് കാണും. ധർമ്മവും മൂല്യവും എല്ലാം മനുഷ്യവിരുദ്ധമായ കാഴ്ചപ്പാടുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമകാലിക ചുറ്റുവട്ടത്തിൽ ഇരുട്ട് പരന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മുമ്പിൽ നിന്ന് വെളിച്ചത്തെ കാണിക്കാൻ എഴുത്തുകാർക്കുള്ളതുപോലെയുള്ളൊരു സ്ഥാനം മറ്റാർക്കും ഉണ്ടാകില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാ അതിർവരമ്പുകളെയും പൊട്ടിച്ചെറിയുന്നതിന്റെ വാക്കാണ് മനുഷ്യൻ. ഭരണഘടനയും നിങ്ങൾക്ക് അതിനെ മനോഹരമായി കാണാൻ കഴിയും. ഈ രാജ്യത്ത് ജനിക്കപ്പെട്ട എല്ലാ മനുഷ്യർക്കും പൗരത്വം എന്നാണ് പറഞ്ഞത്. എല്ലാം മനുഷ്യരുമാണ്, അതിൽ മറ്റൊരു വേർതിരിവുമില്ല. ആ മനുഷ്യരുടെ സ്ഥാനത്ത് പൗരത്വത്തിന് പോലും മതം സ്ഥാനമായി വരുന്നു എന്ന് പറയുമ്പോൾ ആധുനികയായ ഇന്ത്യൻ കാഴ്ചപ്പാടുകൾ തകർക്കപ്പെടുന്നു എന്നാണ് അതിന്റെ ലളിതമായ അർത്ഥം എന്നുള്ളത് കാണണം. ആ അപകടം നിറഞ്ഞ ഒരു സമകാലിക ഇന്ത്യൻ പരിസരത്തിനകത്ത് നിർഭയമായി ശിരസ്സുയർത്തി നട്ടെല്ലു നിവർത്തി ആരെയും ഭയപ്പെടാതെ ഒരു സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം എന്റെ ചിന്തകളിലും എന്റെ വാക്കുകളിലും എന്റെ അക്ഷരങ്ങളിലുമാണ് എന്ന തിരിച്ചറിവോടെ മനുഷ്യബോധത്തോടെ സമൂഹത്തെ നയിക്കാൻ എന്റെ യുവ എഴുത്തുകാർക്ക് കഴിയട്ടെ. അതിന് നിങ്ങളെ ചെറിയ രൂപത്തിലെങ്കിലും സഹായിക്കുന്നതാകട്ടെ ഈ ക്യാമ്പ് എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്നും വിടവാങ്ങുകയാണ്. ലോക സമസ്ത സുഖനോ ഭവന്തു എന്ന് വിശ്വസിക്കുന്ന, മുഴുവൻ ചരാചരങ്ങളും എന്റെ കൂടപ്പുറപ്പുകളാണെന്ന് വിശ്വസിക്കുന്ന, മനുഷ്യരെല്ലാവരും ഒന്നുപോലെയാണെന്ന് കരുതാൻ ഇഷ്ടപ്പെടുന്ന ഒരു മഹാകവിയുടെ ബീജം വീണ് മുളച്ചിട്ടും അവർക്ക് അധികാര സ്ഥാനങ്ങളിലേക്ക് കയറുമ്പോൾ ഈ വിപരീയം വരുന്നു. അതുകൊണ്ടാണ് മഹാഭാരതത്തിന്റെ ആദ്യ പുസ്തകത്തിന് വ്യാസൻ ജയം എന്ന് പേരിട്ടത്. ജയം എന്നായിരുന്നു മഹാഭാരതത്തിന്റെ ആദ്യത്തെ പേര്, നിങ്ങൾക്കറിയാം. ജയം എന്ന പേര് മനുഷ്യന്റെ അധികാരം കൊണ്ട് സംഭവിക്കുന്ന അൾട്ടിമേറ്റ് ആയിട്ടുള്ള, ആത്യന്തികമായിട്ടുള്ള പരാജയത്തിന്റെ കഥ പറയാൻ തെരഞ്ഞെടുത്ത ഒരു തീമിന് ഒരു മഹാകവി ഇട്ട പേര്. നിങ്ങൾ ജയം എന്ന് വിചാരിക്കുന്നത് മനുഷ്യജീവിതത്തിന്റെ ആത്യന്തികമായ പരാജയമാണ് എന്ന് പറഞ്ഞു തരാൻ വേണ്ടി ഒരു കവി പ്രയോഗിച്ച പേരാണ് ജയം. ഈ കവിത്വം ആണ് നമുക്ക് കാലത്തിൽ നഷ്ടപ്പെട്ടു പോയത്. അവരെന്തെല്ലാം ഇമേജറികൾ സൃഷ്ടിച്ചുവോ, അവരെന്തെല്ലാം ബിംബങ്ങൾ തീർത്തുവോ, ആ ബിംബങ്ങളെയെല്ലാം അതിന്റെ അർത്ഥം, അതിന്റെ മൂല്യം മനസ്സിലാക്കാതെ മറ്റൊരു ഇടത്തിൽ തങ്ങളുടെ അധികാര പരിധിയിൽ മറ്റൊരു രീതിയിൽ പ്രതിഷ്ഠിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കാലത്തിന്റെ ഒരു വിപര്യം. അപ്പൊ ഇങ്ങനെ ഈ ഇമേജ് എന്ന് പറയുന്ന
ഒരാശയം, ബിംബം എന്ന് പറയുന്ന ഒരു സംഗതിയെ അധികാരങ്ങൾ പ്രതിഷ്ഠിക്കാൻ തുടങ്ങുമ്പോൾ, അത് കവിത എഴുതപ്പെട്ട താളിയോലയിൽ നിന്നും കഥയും കവിതയും നോവലും എഴുതപ്പെട്ട കടലാസുകളിൽ നിന്നും ഊരിപ്പറിച്ചിട്ട് അതിനെ എവിടെയെങ്കിലും ഒരു കോൺക്രീറ്റ് സ്ഥലത്ത് പ്രതിഷ്ഠിച്ച് അതിനെ ആരാധ്യ വസ്തുവാക്കി, ചിലർക്ക് മാത്രം ആരാധിക്കാനുള്ള വസ്തുവാക്കി മാറ്റുമ്പോൾ അങ്ങനെ എഴുതാവുന്ന പുസ്തകത്തിന്റെ പേരാണ് എന്ത്? പരാജയം എന്ന് പറയുന്ന പുസ്തകം. നിങ്ങളൊരു മഹാകവി എഴുതുമ്പോൾ അതിന്റെ പേര് പരാജയം എന്നായിരിക്കണം. അത് ഈ കേവലമായിട്ടുള്ള ആശയത്തെ മനസ്സിലാക്കിക്കൊണ്ട് എഴുതുന്നതായിരിക്കണം. ഈ കവി എന്തിനാണ് ഈ വ്യാസനും വാത്മീകി തുടങ്ങിയിട്ടുള്ള മഹാകവികൾ മുഴുവനും ഈ കഥകൾ നിങ്ങളെ പറഞ്ഞ് പാടി പഠിപ്പിച്ച് എന്നുള്ള ചോദ്യം ഒറ്റ ഉത്തരവേ ഉള്ളൂ: നിങ്ങളെ കൂടുതൽ നല്ല മനുഷ്യനാക്കി തീർക്കുവാൻ. ഈ ഭൂമിയിൽ എൻ്റെ രാജ്യമെന്നും എൻ്റെ ദേശമെന്നും മാത്രമുള്ള സ്ഥലങ്ങളല്ല, അതിന് പുറത്തേക്ക് സ്ഥലങ്ങളുണ്ട് എന്നറിയുവാൻ വേണ്ടി. ജനുവരി 22-ന് ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരും ക്യാമ്പ് ആരംഭിക്കുമ്പോഴും ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോഴും ഉറങ്ങുന്നതിന് മുമ്പേയും ഉണർന്നാൽ ആദ്യമായും ഒക്കെ എടുക്കേണ്ട സ്വാഗത പ്രസംഗമില്ലാതെ, അധ്യക്ഷ പ്രസംഗമില്ലാതെ, സദസ്സില്ലാതെ നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ഉറപ്പിച്ച് പറയേണ്ട പ്രതിജ്ഞ എന്ന് നമുക്കതിനെ വിളിക്കാം. അതിതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏത് കീഴ്മേൽ മറിയുന്ന കാലത്തും മനുഷ്യബന്ധങ്ങൾക്ക് കാവലായി, എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അപ്പുറത്ത് ഞങ്ങളുടെ കവിത, ഞങ്ങളുടെ കഥ, ഞങ്ങളുടെ ജീവിതം ഉണ്ടാവും, ഉറപ്പ് എന്ന് പ്രഖ്യാപിക്കേണ്ട ഒരു കാലത്താണ് സത്യത്തിൽ നമ്മൾ കഴിഞ്ഞുകൂടുന്നത്. ഇന്ത്യയിലെയും കേരളത്തിലെയും എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം സവിശേഷമായൊരു ഘട്ടം അടിയന്തരാവസ്ഥയാണ്. അടിയന്തരാവസ്ഥയും നമുക്ക് ചരിത്രത്തിൻ്റെ ഭാഗമായി മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. നാം അടിയന്തരാവസ്ഥയുടെ അനുഭവങ്ങളുള്ളവരല്ല, അതിനുശേഷം ജനിച്ചിട്ടുള്ളവരാണ്. അടിയന്തരാവസ്ഥ എല്ലാ ജനാധിപത്യാവകാശങ്ങളെയും കവർന്നെടുത്തപ്പോഴാണ്. ഇന്ത്യയിൽ സ്വാതന്ത്ര്യവും ജനാധിപത്യവും എല്ലാം വെറും വാക്കുകൾ മാത്രമായി മാറിയ ആ ഘട്ടത്തിലാണ് ഒരുപാട് സാഹിത്യ സൃഷ്ടികൾ പിറന്നു വീണിട്ടുണ്ട്. ഞാനതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് ഇപ്പോൾ കടന്നു പോകുന്നില്ല. അപ്പോൾ സച്ചിദാനന്ദൻ അന്ന് എഴുതിയ ഒരു 4 വരിയുണ്ട്. അത് ഇങ്ങനെയാണെന്നാണ് തോന്നുന്നത്: ഇന്ത്യയെ നിന്റെ വയറ്റിൽ പിറന്നതിനാൽ നാണം മറയ്ക്കുവാൻ ഒരു കീറിയ ദേശീയ പതാക പോലും ഇല്ലാതെ ചൂളി ഉറഞ്ഞു പോകുന്നു ഞാൻ. അതാണ് ആ വരികളുടെ ഒരു കരുത്ത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ത്യയെ നിന്റെ വയറ്റിൽ പിറന്നതിനാൽ ഒരു ഭാരതീയൻ, ഇന്നിപ്പോൾ ഭാരതീയൻ എന്നാണ് പറയുക, ഇന്ത്യക്കാരനാണ് എന്ന് പറയേണ്ടി വരുമ്പോൾ ലജ്ജിച്ചു നാണിച്ച് ഞാൻ ചൂളി ഉറഞ്ഞു പോകുന്നതാണ്. നാണം മറയ്ക്കുവാൻ ഒരു കീറിയ ദേശീയ പതാക പോലും ഇല്ലാതെ ചൂളി ഉറഞ്ഞു പോകുന്നു ഞാൻ എന്നാണ്. ആ കാലത്തോട് ചെറുത്തു നിന്ന് പോരാടുന്ന അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശയും കവി മുൻപോട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ ചില ആളുകളൊക്കെ ആ വരികൾ വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യങ്ങളുമായി ചേർത്ത് വെച്ച് വായിക്കുന്നുണ്ട്. അമാവാസി കണ്ട് ഇനി ചന്ദ്രൻ ഉദിക്കില്ലെന്ന് കരുതരുത്, ശിശിരത്തിലെ മരം കണ്ട് ഇലകളുടെ കാലം കഴിഞ്ഞുവെന്ന് മുറവിളി കൂട്ടുകയും വരുത് എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നുണ്ട്. കാലം മാറും, പുതിയ സൂര്യോദയങ്ങൾ ഉണ്ടാവും എന്ന പ്രതീക്ഷയും കവിതയിലൂടെ പ്രസരിപ്പിക്കുന്നുണ്ട്. കാലത്തെ ഇങ്ങനെ പ്രതിഫലിപ്പിക്കാത്ത സാഹിത്യ സൃഷ്ടികൾ അപൂർവമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.
അപ്പോൾ ഈ കാലത്തിൻ്റെ സാഹിത്യത്തെ, ഈ കാലത്തിൻ്റെ കഥയെ, ഈ കാലത്തിൻ്റെ കവിതയെ നിങ്ങളിലൂടെ വീണ്ടെടുക്കാൻ കഴിയുമോ, നിങ്ങളിലൂടെ ആവിഷ്കരിക്കാൻ കഴിയുമോ എന്ന പരീക്ഷണം നിങ്ങളെല്ലാം നടത്തി നോക്കണം. വിജയിക്കാതിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കാലത്തെ മുന്നോട്ട് നയിക്കാൻ നിങ്ങളുടെ ആവിഷ്കാരങ്ങളിലെ ഒരക്ഷരത്തിനെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ അത് ഈ കാലത്തോട് നിങ്ങളുടെ ഏറ്റവും മികച്ച സർഗാത്മക പ്രതികരണമാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴൊരു നായിക നീ എന്നനുരാഗ തപോവന സീമയിൽ ഇന്നലെ വന്ന തപസ്വിനി നീ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ നീ പറയൂ